മറുപടി തൃപ്തികരമാണ്. കാരണം ഡോക്ടർ അരുൺ ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരു ഉത്തരം പറഞ്ഞു തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് പ്രതിപക്ഷത്തിന്റെ 16 അടിയന്തരമാണ് അവിടെ നടന്നത്. നല്ല രീതിയിൽ അതിൽ പങ്കെടുത്ത് പ്രതിപക്ഷം തൃപ്തിയായി മടങ്ങിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം 2:40 ആകുമ്പോഴേക്കും സമയം കൂട്ടിക്കൊടുത്തു കേട്ടോ. 2 മണി വരെയാണ് നിശ്ചയിച്ചിരുന്നത്. 12 മണി മുതൽ 2 മണി വരെ സമയം കൂടുതൽ വേണം, എടുത്തോളൂ എന്ന് പറയുന്നു, എടുക്കുന്നു. 2:40 ആകുമ്പോഴേക്കും എല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് പ്രതിപക്ഷം എത്തുന്നു. അതാണ് ഇന്ന് നമ്മൾ സഭയിൽ കണ്ടത്. നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്നത് ആരോടാണ് എന്ന് നിങ്ങൾ ഓർക്കണം എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറയാതെ പറയുകയായിരുന്നു. കാരണം ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു ഭരണപക്ഷ നിരയാണ് നമ്മൾ കണ്ടത്. അതിലിപ്പോൾ കടകംപള്ളി ആകട്ടെ സംസാരിച്ച ആരും മോശമാക്കിയില്ല, എല്ലാവരും കൃത്യമായ മറുപടി കൊടുത്തു. അതിനു മുൻപ് തന്നെ ചോദ്യോത്തര വേളയിൽ തന്നെ അവർ അതിൻ്റെ ഒരു കർട്ടൻ റൈസർ മന്ത്രി വീണ ജോർജ് തുടങ്ങി വെച്ചപ്പോൾ തന്നെ ഏറെക്കുറെ ഇത് പ്രതീക്ഷിച്ചതായിരുന്നു. കാരണം ഫുള്ളി എക്യുപ്ഡ് ആയിട്ടാണ് ഭരണപക്ഷ ബെഞ്ച് ഇരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിരുന്നു. സ്പീക്കർ എൻ ഷംസീറൊക്കെ ചിരിയൊക്കെ മറച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇൻസെറ്റ് ബോക്സിൽ കാണുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷത്ത് ആരും മോശമാക്കിയില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമോ എന്നതാണല്ലോ ചോദ്യം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടിയിലേക്ക് തന്നെ നമുക്ക് വരാം. ഞാനിത് പ്രതീക്ഷിച്ച മറുപടിയാണ്. കാരണം മുഖ്യമന്ത്രി ഒരു രക്ഷാപ്രവർത്തനത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ രേഖാമൂലമുള്ള മറുപടി, അതായത് അടിയന്തര പ്രമേയ ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപുള്ള രേഖാമൂലമുള്ള മറുപടി. ആ മറുപടിയിൽ നിന്ന് തന്നെ കസ്റ്റഡി മർദ്ദനത്തെ ആര് ന്യായീകരിക്കുന്നു, കസ്റ്റഡി മർദ്ദനത്തെ ആര് എൻഡോഴ്സ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ മുഖ്യമന്ത്രി വെൽ പ്രിപ്പയർഡ് ആയിരുന്നു, എക്യുപ്ഡ് ആയിരുന്നു എന്നുള്ളത് ക്ലിയർ ആണ് അവിടെ നിന്ന് തന്നെ. പിന്നെ സർക്കാരിന്റെ ന്യായീകരണം നിലനിൽക്കുമോ, സർക്കാർ ഈ പറഞ്ഞ മറുപടി മതിയോ, അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെയാണോ ഈ വിഷയത്തെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടി തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത തരത്തിൽ മറുഭാഗത്തിന് നിരായുധീകരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇവിടെ പ്രതിപക്ഷത്തിന്റെ കാര്യം ഞാൻ നേരത്തെ 16 അടിയന്തരം എന്ന് തമാശ രൂപേണ പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സത്യഗ്രഹത്തിനായി ആഹ്വാനം ചെയ്യുകയാണ്. 2 MLA മാർ. ആ MLA മാർ അത് അറിഞ്ഞു ഞെട്ടിയതാണോ എന്ന് എനിക്കറിയില്ല. കാരണം AK അഷ്റഫിനെയൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഞങ്ങൾ ഇതാ ഇപ്പോഴേ ഇരിക്കുകയാണ്, ഇന്ന് മുതലേ ഞങ്ങൾ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സത്യഗ്രഹത്തിനിരിക്കുകയാണ്. അപ്പോൾ 2 MLA മാർ സനീഷ് കുമാർ ജോസഫും അതുപോലെ തന്നെ AK അഷ്റഫും ഈ സത്യഗ്രഹത്തിനായി പോകുന്നു, സത്യഗ്രഹം ഇരിക്കുന്നു. പക്ഷേ ഈ സത്യഗ്രഹം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചല്ലോ. അതിൽ നിന്ന് എനിക്ക് മറ്റൊരു വേർഷൻ ഉണ്ട് അതിൽ. കാരണം മുഖ്യമന്ത്രി പറഞ്ഞു വന്നപ്പോൾ പോലീസ് എന്ന് പറയുന്നത് വലിയ ഒരു സേനയാണ്, അതിൽ കുറച്ച് പേർ തെറ്റ് ചെയ്യും, ആ തെറ്റ് കണ്ടെത്തേണ്ടത് ആ സേനയുടെ തലപ്പത്തുള്ള ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയല്ലേ. മുഖ്യമന്ത്രിയിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തൊട്ട് താഴെയുള്ള DGP മുതൽ താഴേക്കുള്ള ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ, ലെയർ ബൈ ലെയർ ആയിട്ടാണ്. ആ ലെയറുകളിലൂടെയൊന്നും ഈ കാര്യങ്ങളൊന്നും അവിടേക്ക് എത്തുന്നില്ലേ, മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം മുഖ്യമന്ത്രി എപ്പോഴും ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തണം. അത് പൂച്ചട്ടി വെച്ച് തലക്കടിച്ചതിനായാലും ഈ കേസിലായാലും എല്ലാത്തിലും മുഖ്യമന്ത്രി ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തണം. അത് നന്നായി സ്റ്റേജ് മാനേജ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി എന്നുള്ളതിൽ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം കൃത്യമായി അത് മാനേജ് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ നടക്കുന്ന കാര്യങ്ങൾ, താഴെത്തട്ടിലേക്കുള്ള പല കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയുന്നില്ല. ഇപ്പോൾ വിവരാവകാശം കൊടുത്തിട്ട് വേണോ പീച്ചിയിലെ ഈ സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയിലേക്ക് വിവരങ്ങൾ എത്താൻ? 1.5 കൊല്ലത്തിന് ശേഷമാണ് 2023 നടന്ന സംഭവത്തിൽ ദൃശ്യങ്ങൾ ആ പരാതിക്കാരൻ പിന്നാലെ നടന്ന് സംഘടിപ്പിക്കുന്നതാണ്. അങ്ങനെയാണല്ലോ അത് പുറത്തു വരുന്നത്. അതിലേക്ക് തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ആദ്യമായി ഇരകൾക്ക് ലഭിക്കുന്നത് ഈ പീച്ചിയിലെ ഔസേപ്പിന്റെ പരാതിയിലാണ്. അങ്ങനെയാണ് അവിടെ എന്താണ് ആ സ്റ്റേഷനിലുള്ളിൽ നടന്നത് എന്നുള്ളത് പുറം ലോകം അറിയുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15 ആകുമ്പോൾ മാത്രമാണ് ആ ദൃശ്യങ്ങൾ വിട്ടുകിട്ടുന്നത്. ഇവിടെ നോക്കൂ, 2022 39 കോടി രൂപ മുടക്കിക്കൊണ്ട് സംസ്ഥാനത്തെ 520 പോലീസ് സ്റ്റേഷനുകളിൽ CCTV സ്ഥാപിച്ചത്. ആ CCTVയിൽ നിന്നുള്ള ദൃശ്യം പൊതുജനങ്ങൾക്ക് അവൈലബിൾ ആക്കണമെന്നുള്ള സുപ്രീം കോടതി വിധി അതിനും 2 വർഷം മുൻപ് തന്നെയുണ്ട്. പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് പരാതിക്കാർക്ക് ലഭ്യമാക്കണമെന്നുള്ള 2020 സുപ്രീം കോടതി വിധി നിലനിൽക്കുമ്പോഴും ആ ദൃശ്യങ്ങൾ ആവശ്യാനുസരണം ലഭ്യമാക്കാതെ നടത്തിയ ഒരു ഒളിച്ചുകളിയുണ്ട്. അതുകൂടി നമ്മൾ പറഞ്ഞു പോകണം. അതേക്കുറിച്ച് ഇന്ന് അതാണ് ഞാൻ പറഞ്ഞ, പ്രതിപക്ഷം എക്യുപ്ഡ് ആയിരുന്നില്ല, കൃത്യമായി കൗണ്ടർ ചെയ്യണമായിരുന്നു, കൃത്യമായി ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകണമായിരുന്നു. ഈ CCTV ദൃശ്യങ്ങളുടെ കാര്യത്തിലാണല്ലോ ഏറ്റവും വലിയ മാൽ പ്രാക്ടീസ് അവിടെ നടന്നത്, അല്ലെങ്കിൽ ഒളിച്ചുകളി അവിടെ നടന്നത്. ഈ പോലീസുകാർ കാണിക്കുന്ന ഈ കാര്യങ്ങൾ, അതിന് മുഖ്യമന്ത്രി ഡയറക്റ്റ് ഉത്തരവാദി അല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സേനയാണ്. അവിടെ ഏറ്റവും വലിയ ഒളിച്ചുകളി നടന്നത് ഇതാണ്. സംസ്ഥാന പോലീസ് മേധാവിക്ക് വേണ്ടി ADGP S ശ്രീജിത്ത് കൊടുത്ത ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, ഇത്തരം ദൃശ്യങ്ങൾ ഉപയോഗിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പോലീസിന്റെ പ്രതിച്ഛായ മോശമാക്കാനായുള്ള നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൃശ്യങ്ങൾ വിട്ടുകൊടുക്കാതിരുന്നത്. മാത്രമല്ല ഈ 2000 അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ചെയ്യരുത് അല്ല, അതിനുശേഷം ബാക്കി കേൾക്കൂ. ഈ അന്വേഷണം 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനായിട്ട് പീച്ചി സംഭവത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ 2 മാസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട്
9 മാസമായിട്ടും അന്വേഷണം വന്ന് പൂർത്തിയാകുന്നില്ല. ഈ 2023 മെയ് 24 നടന്ന സംഭവത്തിൽ ഈ വണ്ടാഴി സ്വദേശി ദിനേശ് ഒപ്പം സഹോദരന്റെ മകൻ ജിനീഷ് ഈ 2 പേരാണ് ആ ഹോട്ടലിൽ ചെന്നത്. അപ്പോൾ ബിരിയാണി കേസാണ്. അവിടെ നടന്ന ബിരിയാണി കേസിന്റെ കൃത്യമായിട്ടുള്ള ഒരു വസ്തുത അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. കാരണം ബിരിയാണി എടുത്ത് ഇയാളുടെ ദേഹത്ത് ഇട്ടു എന്നൊക്കെ പറഞ്ഞാണല്ലോ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. പക്ഷേ അവിടെ ഒരു 5 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്നേ. അതിന്മേൽ എന്ത് അന്വേഷണമാണ് നടന്നത്? ആ പരാതി ഇപ്പോഴും അവിടെ പെൻഡിംഗ് ആയി കിടക്കുകയാണ്. 2023 നടന്ന കേസിൽ SI PM രതീഷ് സ്റ്റേഷനിലെത്തിയപ്പോൾ മർദ്ദിക്കുന്നതിന്റെ ഈ മാനേജറെ, ഒരു നീല ഷർട്ടിട്ട ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന മാനേജറെയും അതുപോലെ തന്നെ ഡ്രൈവറെയുമാണ്, 2 പേരെയും മർദ്ദിക്കുന്നുണ്ട്. ഈ ഔസേപ്പിന്റെ മകനെ ലോക്കപ്പിലിടുന്നുമുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു പോലീസ് സ്റ്റേഷന് പുറത്തുള്ള സെറ്റിൽമെന്റിൽ 3+2 അങ്ങനെ ഒരു ഡിവിഷൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതും കുറ്റകൃത്യമല്ലേ? കൃത്യമായി 3 ലക്ഷം പോലീസുകാരനും 2 ലക്ഷം എനിക്കും എന്ന് പറയുകയാണ് ഈ രതീഷ്. അങ്ങനെ ദിനേഷ്, ഈ വണ്ടാഴി സ്വദേശി ദിനേഷ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൈമാറ്റങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ? ആ കാര്യങ്ങളിലുമൊക്കെ ഒരു വ്യക്തത വരണം. അതൊന്നും ആരും ചോദിച്ചുമില്ല, ആരും പറഞ്ഞില്ല. നിയമസഭയിൽ അതേക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മെൻഷൻ ഉണ്ടായതായിട്ട് ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഈ വിഷയവും പ്രതിപക്ഷം ഉന്നയിച്ചില്ല. പ്രതിപക്ഷത്തിന്റെ പാളിച്ചയായിട്ട് തന്നെയാണ് ഞാനിത് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. നമ്മളടക്കമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ഉണ്ട്, പത്രങ്ങളിലടക്കം പ്രസിദ്ധീകരിച്ച കേസാണ്. ചോദ്യം, ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടും ഉന്നത ഉദ്യോഗസ്ഥർ എൻക്വയറിയുടെ ഭാഗമായി കണ്ടിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നാണ് ചോദ്യം. അതിനകത്ത് എന്തുണ്ട്? അതിന് ഫർദർ അത് എലാബറേറ്റ് ചെയ്ത് പറയണമെന്നേ VD സതീശന്റെ. അതിന് മറുപടി കിട്ടിയില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞില്ല, മറുപടി കിട്ടിയില്ല. അതിലെന്താണ് ചോദിക്കേണ്ടത്? 2020 സുപ്രീം കോടതി മറുപടി തൃപ്തികരമോ നമ്മുടെ ചോദ്യം മറുപടി പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞു വന്നത്. അത് തന്നെയാണ്. 2020 സുപ്രീം കോടതി വിധിയുണ്ട്. 2022 എല്ലാ സ്റ്റേഷനുകളിലും കൊണ്ടുപോയി CCTV വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനുകളിൽ ഈ CCTV നിങ്ങൾ വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഡയറക്ട്ലി ചോദിക്കാമല്ലോ, പ്രതിപക്ഷ നേതാവിന് ചോദിക്കാമല്ലോ, മുഖ്യമന്ത്രിയോട്. ഞാൻ താങ്കളുടെ ന്യായീകരണം ഞാൻ വരാൻ സാധ്യതയുള്ളത് എനിക്കറിയാം. അതൊരു ടെലിവിഷൻ ഡിബേറ്റ് അല്ല, അല്ലാതെ നിയമസഭയാണ്. നിയമസഭയിൽ ചോദിക്കുമ്പോൾ അത് ക്ലാരിറ്റിയോട് കൂടി തന്നെ ചോദിക്കണമെന്നേ. പ്രതിപക്ഷ നിരയിൽ ഞാൻ പറയട്ടെ അല്ല, ഈ നോട്ടീസ് മുന്നോട്ട് വെച്ച ആൾക്ക് റോജിക്ക് ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ കോട്ട് ചെയ്യാമല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസുകളിലെല്ലാം, അതായത് ഇപ്പോൾ സുജിത്തിൽ വന്നു നിൽക്കുന്നു, ഇവർ സുജിത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിരുന്നു. ഇവർ ഫോക്കസ്ഡ് ആണെന്ന് മാത്രമല്ല, പറഞ്ഞു പരത്തിയിട്ട് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവിന് ഒറ്റ ആവശ്യമുള്ളൂ, കുന്നംകുളത്തെ പോലീസിനെ. അതാണ് അതായത് ഞങ്ങളുടെ ആളെ തല്ലിയത് അല്ല, ഔസേപ്പിന് വേണ്ടി നമ്മൾ സംസാരിച്ചിട്ടില്ല ജിമ്മി സാറേ. ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ ഔസേപ്പ് ഒരു സാധാരണക്കാരനാണ്. അതുപോലെ തന്നെ ജോയൽ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാരന്റെ കാര്യമുണ്ട്. അതടക്കം പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകാമല്ലോ. നമ്മളൊരു വിഷയം എടുക്കുമ്പോഴല്ലോ ആ വിഷയത്തോട് കുറച്ചെങ്കിലും നീതി പുലർത്തണം. നമ്മൾ ഈ എടുത്ത വിഷയത്തെക്കുറിച്ചല്ല, ഞാൻ പ്രതിപക്ഷം എടുത്ത അടിയന്തര പ്രമേയ വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞു. ആന്റോ സാറിനെ നോക്കണ്ട. അപ്പോൾ ആ അടിയന്തര പ്രമേയവുമായിട്ട് പോകുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതിൽ എന്താണ് എടുത്ത് കാണിക്കാൻ കഴിയുന്നത്, അതിന്റെ ക്രക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഞങ്ങളുടെ ഒരുത്തനെ അവിടെ അടിച്ചു, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ആ 4 പോലീസുകാർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തൃപ്തിയായി. അങ്ങനെയല്ല, സംസ്ഥാനത്തെ മുഴുവൻ വിഷയങ്ങളും ഏറ്റെടുക്കാനായിട്ട് കഴിയണമെന്ന ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഔസേപ്പിന്റെ കേസിൽ മാവോയിസ്റ്റ് ഭീഷണി വരെ പറഞ്ഞാണ് ആ ദൃശ്യങ്ങൾ വിട്ടുകൊടുക്കാതിരുന്നത്. എന്തെല്ലാം കാര്യങ്ങളിലൂടെ അയാൾ കടന്നുപോയി. അയാൾ അതെല്ലാം വന്ന് പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞ ഡാറ്റ അടക്കം അവൈലബിൾ ആണ്. എന്നിട്ട് പ്രതിപക്ഷ നിരയിലെ ഒരാൾക്ക് പോലും അതൊന്നും കൃത്യമായിട്ട് നിയമസഭയിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ കാര്യത്തിലെ എന്റെ ബോധ്യം. ഇനി മുഖ്യമന്ത്രി പറഞ്ഞ കണക്കിലേക്ക് വരാം. 2016 മുതൽ 2024 വരെ 108 പോലീസുകാരെ പിരിച്ചുവിട്ടു. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. ഈ കണക്ക് ചോദിക്കുമ്പോൾ ഞാൻ ഡോക്ടർ അരുൺ പറഞ്ഞതുകൊണ്ട് അതിന്റെ എലാബറേഷനിലേക്ക് പോകുന്നില്ല. ഇതിനൊരു മറു കണക്കില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. അവിടെയും പ്രതിപക്ഷം പരാജയപ്പെടുന്നതാണ് കണക്കില്ല. പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി തോപ്പിച്ചോന്നാണോ? മറുപടി തൃപ്തികരമാകുന്നത് ഇതൊക്കെ കൊണ്ടാണ്. നിങ്ങൾക്ക് തൃപ്തികരമാണോ? അല്ല, മുഖ്യമന്ത്രിയുടെ മറുപടി ഇന്ന് കേട്ടിരുന്നവർക്കൊക്കെ തൃപ്തികരമാകുന്നത് ഇപ്പുറത്ത് നിന്ന് വേണ്ട ചോദ്യങ്ങൾ ഇല്ലാതെ പോയത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി ജിമ്മിക്ക് മുന്നോട്ട് വെക്കാമല്ലോ. ജിമ്മി പറയൂ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, AK ആന്റണി സർക്കാരിന്റെ കാലത്ത് എത്ര പോലീസുകാരെ പിരിച്ചുവിട്ടു? എന്റെ കയ്യിൽ ഇപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് കൊടുക്കണം തീരുമാനിക്കുന്നത് ഇന്ന് രാവിലെ 10 മണിക്കൊന്നും അല്ലല്ലോ, ഇന്ന് രാത്രിയിലാണല്ലോ. ജിമ്മി, കോമൺ സെൻസ് ആണ്. അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ തിരിച്ചു വരും, പ്രത്യേകിച്ച് കമ്പാരിസൺ. ഈ സർക്കാരിന്റെ കാലത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഏത് അടിയന്തര പ്രമേയം എടുത്തിട്ടുണ്ടോ? ഈ സർക്കാരിന്റെ കാലത്ത് 16 അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ എല്ലാ ചർച്ചകളിലും UDF സർക്കാരുമായിട്ടുള്ള താരതമ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്ന് പ്രതിപക്ഷ നേതാവ് കരുതണ്ടേ?
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി കരുതണ്ടേ? പറയട്ടെ. ഇത് കേൾക്കൂ, രമേശ് ചെന്നിത്തല കരുതണ്ടേ? സിമ്പിളായ ചോദ്യമല്ലേ? എത്ര പേരെ അതിന് മറുപടി പറയട്ടെ. പിരിച്ചു മുഖ്യമന്ത്രി പറയും. അതിന് മറുപടി പറയണേ. പറയട്ടെ. മുഖ്യമന്ത്രിക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രിയാണ് കമ്പയർ ചെയ്യേണ്ടത്. പ്രതിപക്ഷത്തിന്റെ കണക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് പ്രതിപക്ഷത്തിന്റെ കണക്കില്ല എന്ന് എനിക്ക് ബാക്കി പറഞ്ഞാൽ പറയാനുണ്ട്. എന്റെ കണക്കില്ലെന്ന് പറഞ്ഞാൽ കണക്കില്ല എന്നല്ല അർത്ഥം. നിങ്ങൾ ആ, എന്തേ കേൾക്കാം. പറഞ്ഞത്? ഞാനൊന്ന് പ്രതിപക്ഷ പറഞ്ഞോട്ടെ. നേതാവ്, എന്തേ പ്രതിപക്ഷ പറഞ്ഞത്? നേതാവ് ഗൃഹപാഠം ചെയ്യാൻ വരുമ്പോ പ്രതിപക്ഷ നേതാവിനെ ഡോക്ടർ അരുൺ, ഡോക്ടർ അരുൺ, ഡോക്ടർ അരുൺ, എന്ത് പരിപാടിയാ? ഡോക്ടർ അല്ല, പ്രതിപക്ഷ നേതാവിനെ കണക്കില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ജിമ്മി ആ, പറഞ്ഞ എന്താ പ്രതിപക്ഷ പരിപാടി? നേതാവിനെ ഞാൻ ഒരു കാര്യം മുഖ്യമന്ത്രി പറയട്ടെ. കൂടി ഒരു പ്രതിപക്ഷ കണക്ക് നേതാവ് അങ്ങനെയല്ല. പ്രതിപക്ഷ ഡോക്ടർ നേതാവിനെ അരുൺ, പ്രസംഗ മത്സരത്തിൽ തോപ്പിച്ചു. ഡോക്ടർ അരുൺ, അതാണ്. ഡോക്ടർ അരുൺ. പ്രതിപക്ഷ നേതാവ്. എന്റെ വിഷയം പ്രതിപക്ഷ നേതാവല്ലെന്ന്. എന്റെ വിഷയം പ്രതിപക്ഷ എന്റെ നേതാവാണെന്ന്. വിഷയം- എന്റെ വിഷയം ഞാനൊന്ന് പറഞ്ഞോട്ടെ. വരുന്ന പ്രതിപക്ഷ എന്റെ നേതാവ് മുഖ്യമന്ത്രി ജിമ്മിക്ക് എന്താ നോക്കുന്നത്? എന്റെ കണക്കില്ലാതെ വരുന്ന എന്റെ പ്രതിപക്ഷ നേതാവ്, അല്ലല്ല. കണക്കില്ലാതെ വരുന്ന എന്റെ തിരുവഞ്ചൂർ മുഖ്യമന്ത്രി രാധാകൃഷ്ണൻ, ഞാൻ കണക്കില്ലാതെ വരുന്ന രമേശ് ജയിപ്പിച്ചു ചെന്നിത്തല. എന്നെ ഭരിക്കുന്ന പിന്നെ എന്താ അടിയന്തര അല്ല, പ്രമേയം അത്? ഞാൻ മറുപടി പറയട്ടെ. എന്നെ ജയിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ കാലത്ത് മറ്റ് സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു. നിങ്ങൾ ഡേറ്റ കമ്പയർ ചെയ്ത് പറയണം. എന്ത് കമ്പയർ Compare ചെയ്യണം. ഇല്ല ഇവിടെ. Compare ഒരാളുടെ പേര് പറയാൻ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. ഓപ്പൺ ചലഞ്ച് അല്ലേ? മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. എങ്കിൽ പിന്നെ കണക്ക് പറയാൻ ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷത്തിന് എന്താ മടി? ഞാനൊന്ന് പറഞ്ഞോട്ടെ. തിരുവഞ്ചൂരിന് എന്താ മടി? നമ്മളിവിടെ തർക്കിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ മടി? നമ്മളിവിടെ തർക്കിക്കുന്നത് പ്രതിപക്ഷം ജയിച്ചോന്നുള്ളതല്ല. അല്ലല്ല. എന്റെ വിഷയം അല്ലല്ല, ജയിച്ച ഡേറ്റ കാരണം എന്താ? ആരോട് പറഞ്ഞോട്ടെ? ആരോട് വല്ലതും പറയുമ്പോ അവിടെ അതിനുള്ള സാഹചര്യം ഒരുക്കിയില്ല. മാധ്യമപ്രവർത്തകന്റെ പ്രതിപക്ഷം പണിയതാ. തിരിച്ച് മാധ്യമപ്രവർത്തകരുടെ പണി. ഞാൻ പ്രതിപക്ഷം തിരിച്ച് അല്ലല്ല, പ്രതിപക്ഷം prepared അല്ലല്ല, ഒരു ഞാനൊന്ന് പറഞ്ഞു പ്രതിപക്ഷം പൂർത്തിയാക്കിക്കോട്ടെ. prepared ആയിട്ട് ഈ ഡേറ്റ, വന്നിരുന്നുവെങ്കിൽ, അരുണ, ഈ ഡേറ്റ. പ്രതിപക്ഷം prepared ഒരു ആയിട്ട് ഒറ്റ കാര്യം. വന്നിരുന്നുവെങ്കിൽ ഒറ്റ കാര്യം ഇന്ന് ഞാൻ പറയട്ടെ. മുഖ്യമന്ത്രി ശരി. ചോദിക്കുന്ന സമയത്ത് തിരുവഞ്ചൂരോ രമേശ് ചെന്നിത്തലയോ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് എന്ന് പറയാണ്, ദാ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ പിരിച്ചുവിട്ടത് 72 പേരെയാണ്, സസ്പെൻഷൻ എടുത്തത് 80 പേരെ. തിരിച്ച് കണക്കുണ്ട്. ഒരു നിമിഷം ഈ സർക്കാരിന്റെ കയ്യിൽ കണക്കുണ്ട്. 770 പേർക്കെതിരെ അന്വേഷണം, 329 പേര് സസ്പെൻഷൻ, ബാക്കിയുള്ള 36 പേരെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം ഡിസ്മിസൽ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 108. നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട സർക്കാരിന്റെ പേര് പിണറായി വിജയൻ സർക്കാരാണെന്ന് പറയുമ്പോൾ പ്രതിഷേധിക്കാനോ അതിന് എതിർക്കാനോ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയത് എന്താ? ശരി, എന്റെ മറുപടി പറയട്ടെ. എന്റെ ഉത്തരം മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ ആ ഉത്തരം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ കമ്പാരിസൺ വേണം. പ്രതിപക്ഷ അതാണ് തമാശ. ഉത്തരവില്ലാതിരിക്കുന്ന പ്രതിപക്ഷത്തിന് ഫോർ ആർഗ്യുമെന്റ്സ് ഞാൻ പറയുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരാളെ പിരിച്ചു വിട്ടിട്ടില്ല. ആര് പറഞ്ഞു? ഉദയകുമാറിന്റെ കാലത്ത് ആരെ പിരിച്ചുവിട്ടെ? എപ്പോ പിരിച്ചു വിട്ടു? സർവീസിലാ. ആര് അന്ന് തിരിച്ചു വന്നു. ഒറ്റ കാര്യം പറയാം. മുഖ്യമന്ത്രി 2021 744 ഗ്രേവ് ഇൻസിഡൻസ് കേസുകളുണ്ട്. 18 പേരെ പിരിച്ചുവിടുന്ന മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പൊ എങ്ങനെയാ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നടപടിയെടുക്കുന്നത്? 3 കാറ്റഗറിയാണ്. ഒന്ന്, നിങ്ങൾ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവര്, അതാണ് ഈ 18. ബാക്കിയുള്ള ആൾക്കാരോ മിസ്കണ്ടക്ട്, അത് ഈ കാറ്റഗറിയിലല്ല. കേൾക്കൂ, മിസ്കണ്ടക്ട്. അത് കഴിഞ്ഞ് ഇനി ഒരു കാറ്റഗറി ഉണ്ട്, അഴിമതി അടക്കമുള്ള കാര്യങ്ങളും ഈ യൂണിഫോമിന് പറ്റാത്ത ബിഹേവിയറും അതുണ്ടാക്കിയിരിക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി. 3 കൂടി ആകുമ്പോഴാണ് 36. ആയിക്കോട്ടെ, ബാക്കിയുള്ള കണക്ക് എവിടെ? ബാക്കിയുള്ള നിങ്ങളൊരു കണക്ക്, നിങ്ങളൊരു ഡേറ്റ പറയുമ്പോൾ എന്റെ ആരുടെ നിങ്ങളൊരു ഡേറ്റ കമ്പയർ ചെയ്യണം. തീർച്ചയായിട്ടും യുഡിഎഫ് സർക്കാരിന്റെ കാലത്തെ ഡേറ്റയും കമ്പാരിസൺ ഉള്ളൂ. അത് യു ഡി എഫിന്റെ ചെയർമാനല്ലേ? അല്ല, സർക്കാർ പറയുമ്പോൾ കമ്പയർ ചെയ്യണം. നിങ്ങൾ എന്തേ പറയുന്നത്? കാര്യം പറയുമ്പോൾ ഇതുവരെയുള്ള എല്ലാ ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഇത്ര രൂപയാണ് തൊഴിലില്ലായ്മ വേതനം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തൊഴിലില്ലായ്മ ഇത്രയും ഉണ്ടായിരുന്നു. ഇതല്ലേ കമ്പാരിസൺ? ഇതുവരെ ഇതല്ലേ കമ്പാരിസൺ? ഞാൻ പറയുന്നത് കണക്കില്ല, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ കണക്കില്ല, എന്റെ കണക്കില്ല. നിങ്ങളുടെ പണി പറയൂ, താങ്കൾ പറയൂ, സർക്കാർ പറയൂ, എത്ര പേരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു? കണക്ക് ഡേറ്റ കമ്പാരിസൺ ഉണ്ടെങ്കിൽ കണക്ക് കണക്കല്ല. മനസ്സിലാവും. പറയാം, നിങ്ങളുടെ ചുമ്മാതല്ല. എന്റെ ചോദ്യത്തിലേ ഉള്ളൂ. 144 പേരെ 9 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടു. ഇതിനു മുമ്പുള്ള ഏതെങ്കിലും സർക്കാരിന്റെ കാലത്ത് ഇത്രയും കണക്കുകൾ ഉള്ളതായിട്ട് ജിമ്മിക്ക് അറിയോ? സർക്കാരിന് അറിയാമല്ലോ. സർക്കാർ പറയണം. സർക്കാർ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടത് ഈ സർക്കാരിന്റെ കാലത്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ പോരാ എന്ന് മുഖ്യമന്ത്രി കേട്ടതൊന്നും അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസ് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനുള്ള കണക്കുകളുമായിട്ട് വരേണ്ടത് അതല്ലല്ലോ.
പ്രതിപക്ഷം. പറയുന്നത് കേട്ടോ. പ്രതിപക്ഷ നേതാവ്. ഈ കണക്കെടുക്കുന്ന കണക്കില്ലാതെ വന്നത് ഈ പ്രതിപക്ഷം. കണക്കെടുക്കേണ്ട സർക്കാർ. അതൊന്നുമല്ല ജിമ്മി. ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും റോജിയും കരുതിയില്ല, പ്രതിപക്ഷ നേതാവ് കരുതിയില്ല, രമേശ് ചെന്നിത്തല കരുതിയില്ല. അതാണ് സംഭവിച്ചത്. അല്ലല്ല, നിങ്ങൾ ഒറ്റ കാര്യം കൂടെ, നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ സർക്കാരിനെ കമ്പാരിസൺ എടുക്കാനല്ല ഇരിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഒരു ഡേറ്റ പറഞ്ഞാൽ ആ ഡേറ്റയ്ക്ക് കമ്പാരിസൺ വേണം. കമ്പാരിസൺ ഇല്ലാത്ത ഒരു ഡേറ്റയും കമ്പാരിസൺ അപ്പുറത്ത് സംഭവിച്ചിട്ടില്ല. സർക്കാർ ചെയ്യണം. നിങ്ങൾ കൊണ്ടുവരണം. പറയുന്നത് എന്താ പറയട്ടെ? നിങ്ങളുടെ കാലത്ത് ശരി, ശരി, അങ്ങനെയാണെങ്കിൽ ഭരണപക്ഷം അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ- അങ്ങനെയൊന്നും അല്ലാതെങ്കിലും പറഞ്ഞിട്ടില്ല. പറഞ്ഞു. രമേശ് ചെന്നിത്തല പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്നതിന്റെ പേര് ഡേറ്റ അല്ല, നിങ്ങൾ ഈ പറയുന്ന പേര് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. നോട്ട് സയൻസ്. ഇത് ചോദ്യോത്തര വേളയിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇതേ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ മെഡിക്കൽ കോളേജിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട് ചോദ്യോത്തര വേളയിൽ. മെഡിക്കൽ കോളേജ് അപ്പൊ കണക്ക് കൂട്ടാറില്ല. ഈ ഡാറ്റ എന്ന് പറയുമ്പോഴേക്കും ഇതേ വിഷയം തന്നെ പാർലമെന്റിൽ വന്നിരുന്നു. അവിടെ അപ്പോൾ കൊണ്ടുപോയ കണക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡാറ്റയാണ്. അത് ഈ കസ്റ്റോഡിയൽ ഡെത്തിന്റെ കാര്യത്തിലാണ്. കസ്റ്റോഡിയൽ ഡെത്ത് 2016 to 2024 കഴിഞ്ഞ വർഷം വരെയുള്ള 2024 വരെയുള്ള അപ്പോൾ 16 കസ്റ്റോഡിയൽ ഡെത്ത്സ് എന്നുള്ളത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡാറ്റയാണ്. കേരളത്തിലെ കസ്റ്റോഡിയൽ ഡെത്ത്സ് 16. അപ്പോൾ 16-ൽ ഷമീർ മുതൽ താമിർ ജിഫ്രി വരെയുള്ള എല്ലാ കണക്കുകളും അതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രതിപക്ഷം ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം, അത് നമ്മൾ പറഞ്ഞു തന്നെ പോകണം. കാരണം നിയമപാലകരാണല്ലോ ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദയകുമാറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 27-ാം തീയതിയാണ് വിധി വന്നത്. അതിൽ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവരെയൊക്കെ വെറുതെ വിട്ടത്. അത് CBIയുടെ പ്രശ്നമാണ്, അല്ലാതെ അവർ ചെയ്യാഞ്ഞിട്ടല്ല. കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ മാത്രമേ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഇവിടെ ഇവർക്കെതിരായിട്ടുള്ള ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുന്നതിന്, സമഗ്രമായ അന്വേഷണം നടത്തുന്നതിന് സർക്കാരിന് കഴിഞ്ഞോ? എന്താണ് നടത്തിയ അന്വേഷണം? ആ ഡാറ്റ ഉണ്ടല്ലോ, ആ ഡാറ്റ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതിപ്പോൾ കോവിഡ് ക്വാറന്റൈൻ കേന്ദ്രത്തിൽ മരിച്ച ഷമീറിന്റെ കാര്യം അത് എടുത്തു പറയാമായിരുന്നല്ലോ. അത് VD സതീശൻ അറിയാത്തതല്ലോ, അത് റോജിക്ക് അറിയാത്തതല്ലോ. 31-കാരൻ ഷമീറിന്റെ ശരീരത്തിൽ 40-ലധികം മുറിവുകൾ. ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്ത ജയിൽ ഉദ്യോഗസ്ഥരെ ജാമ്യം കൊടുത്ത ശേഷം ജോലിയിലേക്ക് മടക്കിവിടുകയാണ് ചെയ്തത്. അവിടെ ഡാറ്റ ഇല്ലാതെ തന്നെയാണ് ഇന്ന് നിന്നത് എന്നുള്ളത് ക്ലിയർ ആണ്. കാരണം ഇന്നത്തെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമെന്നുള്ളത് ഒരു തരത്തിലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ രാജ്കുമാറിന്റെ വിഷയത്തിൽ വലിയ സമരം നടത്തിയതാണല്ലോ UDF. ഇടുക്കിയിൽ നിന്ന് തന്നെയുള്ള ആളുകൾക്ക് അത് ഉന്നയിക്കാമായിരുന്നല്ലോ. രാജ്കുമാറിനെ 2019-ലാണ്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് 4 ദിവസം ഈ ഫലങ്ക അടക്കം ഉപയോഗിച്ചുകൊണ്ട് പീഡിപ്പിച്ചത്. അപ്പോൾ ഇതിൽ KAT-യിൽ അപ്പീൽ സമർപ്പിച്ചു, അവരെ പിരിച്ചുവിട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കി. ഇതും ഡാറ്റ അവിടെയുണ്ട്. ഇനി 2018 ഏപ്രിൽ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വരാപ്പുഴയിലെ ശ്രീജിത്ത് 26 വയസ്സ്, വയറിനേറ്റ പരിക്ക്, 1-ലധികം അവയവങ്ങൾ പ്രവർത്തനരഹിതമായി, 10 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്നാണ്. 2018 ഏപ്രിലാണ് ഈ കേസ് നടക്കുന്നത്. 2018 ഡിസംബറിൽ ഇവരെല്ലാം തിരിച്ച് സർവീസിൽ കയറ്റി. ഈ ഡാറ്റ വെച്ച് സംസാരിക്കണം. ഡാറ്റ ഇല്ലാതെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നാണം കെട്ട് പുറത്തേക്ക് ഓടേണ്ടി വരും. കസ്റ്റഡി ടോർച്ചർ ആയിരുന്നു. ഈ കസ്റ്റോഡിയൽ ഡെത്തിന്റെ കാര്യം പറഞ്ഞു പോകണമെന്നേ. അല്ല ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എല്ലാവരും ഇത് എന്റെ സമയം എടുത്ത് നിങ്ങൾ ഇടയിൽ സംസാരിച്ചാൽ എനിക്ക് 30 സെക്കൻഡ്സ് വേണ്ട. ഇല്ല, കുഴപ്പമില്ല, ഞാൻ ഇല്ല, ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, എന്റെ സമയം കൂടി എടുത്ത് നിങ്ങൾ ചെയ്തത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇല്ല, കുഴപ്പമില്ല, മറുപടി തൃപ്തികരമാണ്. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കൊണ്ട് സമയം 9:06. അതെ, ഞാൻ വൈൻഡപ്പ് ചെയ്തു. മതിയോ? യെസ്. Meet the editors.